ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ NIA കോടതി ശനിയാഴ്ച വിധി പറയും. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അനുനയ നീക്കവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരത്തിന് ഉർവശിയും മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് വിജയരാഘവനും അർഹനായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവം. ഡോക്ടർ ഹാരിസിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാനെത്തി. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ചെയർമാൻ MP ജാക്സൺ. ഗുരുതരമായ കൃത്യവിലോപമെന്ന് മന്ത്രി R ബിന്ദു. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയതായി കളക്ടർ. ദേശീയപാത നിർമ്മാണം SN പുരത്ത് അടിപ്പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. അനുബന്ധ നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. വാർത്തകളിലേക്ക് വിശദമായി. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ NIA കോടതി ശനിയാഴ്ച വിധി പറയും. കോടതിയിൽ വാദം പൂർത്തിയായി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന വാദം ഉന്നയിച്ചാണ് ജാമ്യം എതിർത്തത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടത് ദുഃഖകരമാണെന്ന് വിവിധ സഭാ മേലധ്യക്ഷന്മാർ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ BJPയുടെ ശ്രമം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർ ടോണി നീലങ്കാവിലും പങ്കെടുത്തു. കൂടിക്കാഴ്ച 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇടപെടലുകളെക്കുറിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചു. തങ്ങളുടെ വേദനയും അമർഷവും അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിന് എതിരാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. എത്രയും വേഗം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. 2 സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന 40 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ, അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം, ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യം. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും, രാജീവ് ചന്ദ്രശേഖരാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്നും പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പു തന്നിട്ടുണ്ട്. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണകളെ പുറത്തുണ്ടായ സംഭവമാണ്. കോടതി വഴി ജാമ്യം ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. എനിക്കും ഞങ്ങളുടെ സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇവർക്ക് ജാമ്യം നൽകുക. അവർ ഈ കോർട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടിൽ. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രിസമിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിനെതിരെ തൃശൂർ സെക്യുലർ ഫോറം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള സാഹിത്യ അക്കാദമി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെക്യുലർ ഫോറം പ്രസിഡന്റ് ED ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ M ഹരിദാസ്, കവി ഡോക്ടർ C രാവുണ്ണി, കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, പ്രീത ബാലകൃഷ്ണൻ, T സത്യനാരായണൻ, PC ഉണ്ണിച്ചക്കൻ, PN ദേവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മാള ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. VR സുനിൽകുമാർ MLA, വികാരി ഫാദർ ജോർജ് പാറമേൻ, ഫാദർ ജെർലിപ് കാക്കനാടൻ, ഫാദർ മോബിൻ അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് KV കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഫ്രണ്ട് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ജോബി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. KJ ജോബി, മനോജ്, ജിജുമോൻ വലക്കാവ്, ശ്രീജിത്ത്, ഗുരുപ്രസാദ്, ബിനോയ് എന്നിവർ സംസാരിച്ചു. ജയിലിലടച്ച കന്യാസ്ത്രീകളെ അടിയന്തരമായി മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ എസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, പ്രീജു ആന്റണി, റഹീം പള്ളത്ത്, K രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ചിയ്യാരം സേവനാലയം ഇടവകാംഗങ്ങൾ മൗനജാഥ നടത്തി. തിരികൾ തെളിയിച്ച് നടത്തിയ പ്രതിഷേധ റാലിക്ക് വികാരി ഫാദർ സാജൻ മാറോക്കി, കൈക്കാരന്മാരായ ഫ്രാൻസിസ്, ജെയ്സൺ, ഗിൽജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി AKCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, AKCC പ്രസിഡന്റ് പൈലി മേക്കാട്ടുകുളം, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരത്തിന് ഉർവശിയും മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് വിജയരാഘവനും അർഹനായി. ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് ഉർവശിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിജയരാഘവന് ആദ്യമായി ദേശീയ പുരസ്കാരം തേടിയെത്തുന്നത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചലച്ചിത്രം. മികച്ച നടനുള്ള പുരസ്കാരത്തിന് 2 പേർ അർഹരായി. ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവരാണ് മികച്ച നടന്മാർ. റാണി മുഖർജിയാണ് മികച്ച നടി. ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത 2018 മികച്ച കലാസംവിധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. 2023 ചിത്രങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത്. ഡോക്ടർ ഹാരിസിനെ വെട്ടിലാക്കി പുതിയ ആരോപണം. യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായെന്നാണ് പരാതി. ഇക്കാര്യം കണ്ടെത്തിയത് ഉപസമിതിയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. തിരുവനന്തപുരം MP ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണങ്ങളാണ് കാണാതായത്. ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തും. വകുപ്പുതല അന്വേഷണത്തിൽ കാര്യങ്ങൾ കണ്ടെത്താനായില്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തും. ഡോക്ടർ ഹാരിസിന്റെ ചുമതലയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഉപകരണങ്ങൾ കാണാതായതെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. നേരത്തെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഉപസമിതിയുടെ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് MP ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷെ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിൽ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്,
പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മാധ്യമങ്ങളെ വിമർശിച്ചും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന കാലഘട്ടമാണിതെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ പ്രവർത്തന നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന സൗകര്യത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസത്തിലുമടക്കം വലിയ മാറ്റങ്ങളാണ് 4.5 വർഷക്കാലം കൊണ്ടുണ്ടായത്. 2021 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ മേഖലയിൽ 491 BSc നഴ്സിംഗ് സീറ്റുകൾ ഇപ്പോൾ 1250 15 സർക്കാർ ഇതര നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു. ഏറ്റവും കൂടുതൽ PG സീറ്റുകൾ അനുവദിച്ച കാലഘട്ടവും ഇതാണ്. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകൾക്ക് കൂടി അനുമതി ലഭിച്ചാൽ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാകും. എന്നാൽ ആരോഗ്യമേഖലയെ ആക്രമിക്കുന്ന ചില മാധ്യമങ്ങളും തൽപര കക്ഷികളും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും വീണ ജോർജ് കുറ്റപ്പെടുത്തി. അക്കാഡമിക് ആയിട്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി 2 മെഡിക്കൽ കോളേജുകൾക്ക് ഒരേ സമയം ഒരു ഘട്ടത്തിൽ അനുവാദം NMC കിട്ടുന്നത് ഈ കാലഘട്ടത്തിലാണ്. നമുക്ക് മെഡിക്കൽ കോളേജുകളില്ലായിരുന്നു. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കിട്ടി. ഇപ്പൊ തൊട്ടടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കാസർഗോഡും വയനാടുമാണ്. അതുകൂടി ആവുമ്പോൾ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ. നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തു പോയി പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ചില മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ഈ പ്രവർത്തനങ്ങൾ കാണുന്നില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്താതിരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ KV വിശ്വനാഥൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ N അശോകൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, സൂപ്രണ്ട് ഇൻചാർജുമാരായ ഡോക്ടർ M രാധിക, ഡോക്ടർ നോനം ചെല്ലപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്കൽ OP, സബ് സ്റ്റോർ, മാലിന്യ നിർമ്മാർജ്ജന ഏരിയ, ഡേ കെയർ, കീമോതെറാപ്പി സെന്റർ ഉൾപ്പെടെ 1/4 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. TCV തൃശൂർ. അന്യായമായ തടങ്കലിൽ വെച്ച നേതാക്കളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ചേർപ്പ് ആശുപത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു കരുതൽ തടങ്കൽ. ചേർപ്പ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CK വിനോദ്, പ്രിയൻ പെരിഞ്ചേരി, സജിത്ത് എന്നിവരെയാണ് പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. ഇവരെ വിട്ടുകിടണമെന്നാവശ്യപ്പെട്ടാണ് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. അരമണിക്കൂറോളം ഉപരോധം തുടർന്ന് കസ്റ്റഡിയിലുള്ളവരെ പോലീസ് വിട്ടയക്കുകയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, നേതാക്കളായ സിജോ ജോർജ്, KK രാമചന്ദ്രൻ, സിജോ എടപ്പുള്ളി, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാനെത്തി. രാവിലെ മുതൽ ബാങ്കിൽ നിക്ഷേപകരുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ITU എന്ന ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചത്. ഇതേ തുടർന്ന് 6 മാസക്കാലത്തേക്ക് നിക്ഷേപകർക്ക് 10,000 രൂപ മാത്രമാണ് പിൻവലിക്കാൻ കഴിയുക. നിക്ഷേപകരുടെ ആശങ്ക അകറ്റുന്നതിനായി ബാങ്ക് ഇൻഷുറൻസ് ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി. 5 ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് 90 ദിവസ കാലാവധിക്കുള്ളിൽ തിരികെ ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് ഫോമുകളാണ് നൽകി തുടങ്ങിയത്. ബാങ്കിൽ നിക്ഷേപമുള്ള എല്ലാവർക്കും ഈ ഫോമുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ പണം നിക്ഷേപിച്ച ആർക്കും പണം നഷ്ടപ്പെടില്ലെന്ന് കോൺഗ്രസ് നേതാവും ബാങ്ക് ചെയർമാനുമായ MP ജാക്സൺ പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിൽ പണം നിക്ഷേപം നടത്തിയ നിക്ഷേപകർക്ക് ഇൻഷുറൻസ് തുക ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ചെയർമാൻ പറഞ്ഞു. ബാങ്കിന്റെ പ്രവർത്തനം താൽക്കാലികമായി റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയെങ്കിലും ലോൺ നൽകിയ പണം തിരിച്ചുപിടിച്ച് ബാങ്ക് പൂർണ്ണമായി തിരിച്ചുവരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഭരണം കൈയാളാമെന്ന CPM-ന്റെയും BJP-യുടെ മോഹം നടക്കില്ലെന്നും കോൺഗ്രസ് തന്നെ നഗരസഭാ ഭരണത്തിൽ തുടരുമെന്നും MP ജാക്സൺ പറഞ്ഞു. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിൽ സംഭവിച്ചത് ഗുരുതരമായ കൃത്യവിലോപമാണെന്ന് മന്ത്രി R ബിന്ദു. കരുവന്നൂർ ബാങ്കുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് ശരിയല്ല. സഹകാരികളുടെ പണം വകമാറ്റി ചെലവഴിച്ചുവെന്ന് വ്യക്തമാണ്. ഭരണസമിതി അംഗങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ബാങ്കിന്റെ കാര്യത്തിൽ പലപ്പോഴും വ്യക്തികേന്ദ്രിതമായ സമീപനമാണ് തീരുമാനങ്ങളിൽ കൈക്കൊള്ളുന്നത് എന്ന് ഇരിങ്ങാലക്കുട
കേന്ദ്രമായിട്ടുള്ള എല്ലാ സഹകാരികൾക്കും ഒരുവിധം അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ പുലർത്തേണ്ടുന്ന വിശ്വാസ്യത ഉണ്ടായിട്ടില്ല എന്ന് തെളിയുന്ന രീതിയിലാണ് RBIയുടെ അറിയിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് സുവ്യക്തമായി മനസ്സിലാകും. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാം. അത് ഏതാനും ഉദ്യോഗസ്ഥരാണ് അതിൽ കുറ്റവാളികളായിട്ട് കണ്ടിട്ടുള്ളത്. കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായിട്ട് തന്നെ നടപടികൾ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അതേ മാതൃകയിൽ തന്നെയാണ് ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സ്ഥിതിയും എന്ന് ഈ അവസരത്തിൽ വ്യക്തമായിരിക്കുകയാണ്. മലക്കപ്പാറയിൽ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്കേറ്റു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് കളക്ടർ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. ബേബിയുടെ മകൻ രാഹുലിനെയാണ് പുലി കടിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇവർ താമസിച്ചിരുന്ന ഷെഡിലെത്തിയ പുലി കുട്ടിയെ കടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ശബ്ദം കേട്ടുണർന്ന പിതാവ് ബേബി ബഹളം വെക്കുകയും വടിയെടുത്ത് പിന്നാലെ എത്തുകയും ചെയ്തു. ഇതിനിടയിൽ പുലി കുട്ടിയെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് ഓടിപ്പോയി. പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു. ഇന്നലെ രാത്രി കയറി വന്നു കണ്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്ന് കണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെ കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. പിന്നെ ഞങ്ങൾക്ക് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആധാർ കാർഡില്ല, തിരിച്ചറിയൽ കാർഡില്ല, റേഷൻ കാർഡില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് വീട് പോലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. രാഹുലിന് കഴുത്തിലാണ് പരിക്ക്. നഖവും പല്ലും കൊണ്ട് കഴുത്തിൽ മുറിവുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടി രക്ഷപ്പെട്ടതെന്ന് ബന്ധു കുമാർ പറഞ്ഞു. പുലി കിടന്നപ്പോൾ രാത്രി വന്നിട്ട് ഇവൻ പുലി വന്നിട്ട് കൊച്ചിനെ കൊണ്ടുപോയി. അന്ന് കാട്ടിനകത്ത് കൊണ്ടുപോയി പണി പോയപ്പോൾ എല്ലാവരും പുലി വന്നു ഒച്ചട്ടപ്പം അച്ഛൻ എല്ലാവരും കൂടി അങ്ങനെ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ആ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു തകരമോ സീറ്റോ ഒന്നുമില്ല, ഇങ്ങനെ ഒരു വാർക്കിയോ ഒന്നുമില്ല. നമ്മുടെ മെയിനിൽ പ്ലാസ്റ്റിക്കാണ്. ഇപ്പോൾ വാതലെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു വാതലൊന്നുമില്ല. അത് ഏറ്റവും കൊണ്ട് ചെറുതായിട്ട് വന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് വന്നാലും അത് അങ്ങോട്ട് കളയും. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് വീരാൻകുടി ഉന്നതിയിലെ വീട്ടുകാരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഷെഡുകൾ കെട്ടിയാണ് ഇവർ താമസിക്കുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ദേശീയപാത ശ്രീനാരായണപുരം പള്ളിനടയിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം പരിശോധിക്കാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ചു. E.T. ടൈസൺ MLAയുടെ ആവശ്യപ്രകാരമായിരുന്നു ജില്ലാ കളക്ടറുടെ സന്ദർശനം. ദേശീയപാത കടന്നുപോകുന്ന പള്ളിനട ജംഗ്ഷന് ഇരുവശവുമായാണ് മിനി സിവിൽ സ്റ്റേഷൻ, പഞ്ചായത്ത് ഓഫീസ്, 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന MARM VHS സ്കൂൾ എന്നിവ പ്രവർത്തിക്കുന്നത്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയതോടെ വിദ്യാർത്ഥികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർക്ക് റോഡ് മുറിച്ചു കടക്കുന്നത് ശ്രമകരമായി മാറിയിരിക്കുകയാണ്. ദേശീയപാതയ്ക്ക് മുകളിലൂടെ ഫുട് ഓവർ ബ്രിഡ്ജ് പണിയുന്നതിന് 3 സെന്റ് സ്ഥലം ആവശ്യമാണെന്ന നിലപാടിലായിരുന്നു ദേശീയപാത അധികൃതർ. എന്നാൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് പ്രായമായവർക്കും വിദ്യാർത്ഥികൾക്കും റോഡ് മുറിച്ചു കടക്കുന്നതിന് പ്രയാസം സൃഷ്ടിക്കുമെന്ന അഭിപ്രായം ഉയർന്ന സാഹചര്യത്തിലാണ് E.T. ടൈസൺ മാസ്റ്റർ MLAയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ സ്ഥലത്ത് അടിപ്പാത നിർമ്മാണത്തിന്റെ സാധ്യത പരിശോധിക്കാനെത്തിയത്. കളക്ടറെ കണ്ട ശാന്തിപുരം സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും റോഡ് മുറിച്ചു കടക്കുന്നതിനായി മരഗോവണി ഉപയോഗിക്കുന്നതടക്കമുള്ള പ്രയാസങ്ങൾ വിവരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ജില്ലാ കളക്ടർ ദേശീയപാത മുറിച്ചു കടക്കുന്നതിന് ആവശ്യമായ അടിപ്പാത നിർമ്മിക്കുന്നതിനും മറ്റ് അനുബന്ധ നടപടികൾ സ്വീകരിക്കുന്നതിനും ദേശീയപാത അധികൃതർക്ക് നിർദ്ദേശം നൽകി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ഡെപ്യൂട്ടി കളക്ടർ GK പ്രദീപ്, ഡെപ്യൂട്ടി കളക്ടർ K രേവ, കൊടുങ്ങല്ലൂർ തഹസിൽദാർ M ശ്രീനിവാസ് തുടങ്ങിയവർ കളക്ടർക്കൊപ്പം സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. TCV കൊടുങ്ങല്ലൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ
ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു ചോറ്റാനിക്കരയിൽ. വികസിത കേരളത്തിനും വികസിത തൃശൂരിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് BJPയിലേക്ക് ചേരുന്നവർക്ക് പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പാർട്ടി അംഗത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കണം. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മനസ്സമാധാനത്തിനു വേണ്ടിയാണ് താൻ BJPയിൽ ചേർന്നതെന്നും അടുത്ത കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുക്കുമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. ഇനിയും കുറെ പേർ കൂടി ഉടൻ തന്നെ BJPയിലേക്ക് വരുമെന്നും പത്മജ കൂട്ടിച്ചേർത്തു. ക്രിസ്ത്യൻ വിശ്വാസികളെ BJPയിൽ നിന്ന് അകറ്റാൻ പറ്റുമോ എന്നാണ് മറ്റു പാർട്ടികൾ ചിന്തിക്കുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ എന്തു പറഞ്ഞാലും ട്രോളാൻ ആളുകളുണ്ട്. ഏറ്റവും അധികം ട്രോളുകൾ കിട്ടിയവരാണ് ട്രോഫികൾ നേടിയിരിക്കുന്നത്. രാഷ്ട്രീയ ചാണക്യൻ കരുണാകരന്റെ മകളെ ഞങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ സാധിച്ചെങ്കിൽ തൃശൂരിലെ ജനങ്ങളെയും ഞങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ സാധിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ അധ്യക്ഷത വഹിച്ചു. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, BJP നേതാക്കളായ AN രാധാകൃഷ്ണൻ, A നാഗേഷ്, അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, മറ്റ് BJP നേതാക്കൾ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ K കരുണാകരന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള മുതിർന്ന നേതാവ് വേലായുധൻ നായർ ഉൾപ്പെടെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നിരവധി പേർ BJP സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പാചകവാതക വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചു. 19 കിലോ പാചകവാതക സിലിണ്ടറിന് 33 രൂപ 50 പൈസയാണ് കുറച്ചത്. ഇതോടെ പുതിയ വില 1638 രൂപ 50 പൈസയെ 5 മാസത്തിനിടെ 177 രൂപ 50 പൈസയാണ് കുറച്ചത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ ഇത്തവണയും മാറ്റമില്ല. മാള കാടുകുറ്റിയിൽ മണ്ണെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് 4 വയസ്സുകാരൻ മരിച്ചു. അസം സ്വദേശി സാജുദുൽ ഹോക്കാണ് മരിച്ചത്. താമസിക്കുന്ന സ്ഥലത്തിന് സമീപത്തെ കുഴിയിലാണ് വീണത്. മാള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ശക്തൻ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ അധികൃതർ 2ാം ദിവസവും സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു. വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് ബസ്സുകൾ തടഞ്ഞത്. 25 രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് 40 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. സംഭവത്തിൽ ബസ് ഉടമകൾ പ്രതിഷേധിച്ചു. പോലീസ് സംരക്ഷണത്തിലാണ് ബസ്സുകൾ തടഞ്ഞത്. ഇതേ തുടർന്ന് ഏതാനും ബസ് സർവീസുകൾ തടസ്സപ്പെട്ടു. അതേസമയം ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച മുതൽ നടത്താനിരുന്ന ബസ് സമരം മാറ്റിവെച്ചു. സ്വകാര്യ ബസ്സുകളിൽ നിന്നും അധിക തുക ഈടാക്കില്ലെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പിനെ തുടർന്നാണ് സമരം മാറ്റിവെച്ചത്. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ പൂട്ടിച്ചു. മറ്റ് 2 ഹോട്ടലുകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പഞ്ചാരമുക്ക് 400-ാം പടിയിൽ പ്രവർത്തിക്കുന്ന സ്നാക്സ് ഹട്ട് ഗ്രിൽ ഹൗസ് എന്ന സ്ഥാപനമാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. പഞ്ചാരമുക്കിലെ ഹംദി കുഴിമന്തി, മാവിൻചൂടുള്ള ഓപ്പർഷ്യ റെസ്റ്റോറന്റ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോകന്റെ നേതൃത്വത്തിൽ 16 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. തട്ടുകടകൾ കേന്ദ്രീകരിച്ച് രാത്രികാല പരിശോധന ഊർജിതമാക്കിയതായും ശുചിത്വ നിലവാരം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ് കുമാർ അറിയിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അടുക്കളയിൽ ഇനി പുതുമയുടെ രുചി. കുട്ടികളിൽ ശരിയായ പോഷകങ്ങളുടെ കുറവുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സർക്കാർ പുതിയ മെനു നടപ്പിലാക്കുന്നത്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് പുതിയ മെനു അനുസരിച്ച് ഭക്ഷണം ലഭ്യമാവുക. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ലഭ്യമാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇവയോടൊപ്പം കൂട്ടുകറിയോ കുറുമക്കറിയോ നൽകണം. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തിയും ഇതിൽ ഉൾപ്പെടും. ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബോൾസ്,
ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട, ഇലയട, അവിൽ കുതിർത്തത്, ക്യാരറ്റ് പായസം, റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നിവയും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ നിർദ്ദേശാനുസരണം ആരംഭിച്ചിട്ടുള്ള മെനു നമ്മളുടെ സ്കൂളിൽ ഇതിനകം തന്നെ നടപ്പാക്കി കഴിഞ്ഞതാണ്. ചില വിഭവങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹകരണത്തോടു കൂടി ചെയ്തു പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളൊരു പരിമിതി അതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ളത് 100% നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഒരു രുചി, അവർക്ക് ആ മണവും രുചിയും ചേർന്ന് വരുമ്പോഴാണ് അവർ നന്നായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം അവരുടെ മുന്നിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് തീർച്ചയായും എത്തിക്കാൻ സാധിച്ചാൽ കുഞ്ഞുമക്കൾ എല്ലാവരും, കൂട്ടുകാരെല്ലാവരും കൂടി ചേർന്നിരുന്ന് നന്നായി ഭക്ഷണം കഴിക്കും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. എന്നാൽ പല വിദ്യാലയങ്ങളിലും നേരത്തെ തന്നെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വിളമ്പുന്നുണ്ട്. എഗ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി തുടങ്ങിയവ ആഴ്ചയിൽ ഒരിക്കൽ നൽകുന്ന വിദ്യാലയങ്ങളുണ്ട്. ചിക്കൻ ബിരിയാണിയും ഇടയ്ക്ക് വിളമ്പും. സർക്കാർ ഫണ്ട് ഉപയോഗിച്ചും പൊതുജന പങ്കാളിത്തത്തോടെയുമാണ് ഇവർ മെനു പരിഷ്കരിച്ചിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ് അഭ്യാസ പ്രകടനം നടത്തിയ സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ബസ് പിടിച്ചെടുത്ത് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് മാപ്രാണം സെന്ററിന് സമീപം മറ്റൊരു ബസിന്റെ കുറുകെ നിർത്തി റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ TCV വാർത്ത പുറത്തുവിട്ടിരുന്നു. സമയത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ശാസ്ത ബസ് ജീവനക്കാർ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന അൽനാസ് ബസിന്റെ കുറുകെ നിർത്തി അഭ്യാസ പ്രകടനം നടത്തിയത്. റൂറൽ പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ കണ്ടാലറിയാവുന്ന 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മർദ്ദനമേറ്റ മാപ്രാണം സ്വദേശി ആകാശിന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 2 ദിവസവും ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു. ആക്രമണങ്ങൾ ആവർത്തിച്ചിട്ടും ബസ് സ്റ്റാൻഡിൽ ഏറ്റവും തിരക്കുള്ള സമയത്ത് പോലീസിന്റെ സാന്നിധ്യമില്ലെന്ന വിമർശനമുയരുന്നുണ്ട്. സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. ചെങ്ങാലൂർ സ്വദേശി കൈതാരത്ത് വീട്ടിൽ സിബിയെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. കോടാലി തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ക്രിസ്റ്റ ബസ്സിൽ അതിക്രമിച്ചു കയറി കണ്ടക്ടറും ഉടമയുമായ വരന്തരപ്പള്ളി സ്വദേശി ആന്റണിയെയാണ് ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പാലപ്പള്ളി തൃശൂർ റൂട്ടിലോടുന്ന യാസിൻ ബസ്സിലെ ക്ലീനറാണ് പ്രതി. സംഭവശേഷം ഒളിവിൽ പോയ പ്രതിയെ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITUവിന്റെ 31ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി. KSFE ഉയർത്തുന്ന സാമ്പത്തിക ബദൽ രാജ്യത്തിന് മാതൃകയാണെന്ന് CITU ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ പറഞ്ഞു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണൽ കോർപ്പറേറ്റ് ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുമ്പോൾ തൊഴിലാളി പോരാട്ടങ്ങൾ നടത്തുന്നവരെ ക്രിമിനലുകളെന്ന് മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയാണ്. ഇതിന് സമാനമായ സംഭവമാണ് ഛത്തീസ്ഗഡിലും ഉണ്ടായത്. ഇതിനെല്ലാമെതിരെ ശക്തമായ ബദൽ രാജ്യത്ത് രൂപപ്പെടേണ്ടതുണ്ട്. ഇതിനും മാതൃകയാണ് കേരളമെന്നും തപൻസൻ പറഞ്ഞു. If this is to be protected, this is to be defended, it is important that this alternative path of its governance, the source of that also must be defended strongly, so that that alternative path of financial governance can have a continuity in the days to come. And with that, the existence and advancement of this premier institution is closely linked with it, cannot be separated. അസോസിയേഷൻ പ്രസിഡന്റും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ, നേതാക്കളായ ദീപ K രാജൻ, KN ഗോപിനാഥ്, KSFE ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി അരുൺ ബോസ്, KSFE റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AN സോമനാഥൻ, KSFE ഏജന്റ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി EK സുനിൽ, KSFE ഗോൾഡ് അപ്രൈസേഴ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി R ആനന്ദസ്വാമി, സ്വാഗത സംഘം ചെയർമാൻ UP ജോസഫ്, ജനറൽ കൺവീനർ ബൈജു ആന്റണി എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബാറ്റിൽ ടു ബാറ്റിൽ എന്ന ചരിത്ര പ്രദർശനം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ നവീകരിച്ച തൃശൂരിലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. 2 ദിവസങ്ങളിലായി പ്രതിനിധി സമ്മേളനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയും നടക്കും. പൊതുചർച്ചയ്ക്കും തെരഞ്ഞെടുപ്പിനും ശേഷം ശനിയാഴ്ച സമ്മേളനം സമാപിക്കും. പഠനത്തിന് പ്രായമൊരു തടസ്സമല്ലെന്നാണ് 76 വയസ്സുള്ള CK വിശ്വംഭരന് പറയാനുള്ളത്.
പഠനത്തിൽ മടിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ലെന്ന് പറയുകയാണ് അളഗപ്പ നഗർ സ്വദേശി CK വിശ്വംഭരൻ. അദ്ദേഹത്തിൻ്റെ പ്രായം 76 വയസ്സാണ്. KSEBയിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ച ശേഷമാണ് അദ്ദേഹത്തിന് വക്കീൽ വിഭാഗം പഠിക്കണമെന്ന മോഹമുദിച്ചത്. തുടർന്ന് തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചു. ഈ അഭിഭാഷകനായുള്ള എൻറോൾ സർട്ടിഫിക്കറ്റ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയും. പ്രായം കുറച്ചായെങ്കിലും പഠിക്കാനുള്ള മോഹം അവസാനിച്ചിരുന്നില്ല. അതിനൊരു അവസരം കൈവന്നത് എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു റാങ്ക് ലഭിച്ച് തൃശ്ശൂർ ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോഴാണ്. അവിടുത്തെ ഗുരുനാഥന്മാരോടും സ്റ്റാഫിനോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം നേരത്തെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതുപോലെ തന്നെ ജേർണലിസത്തിൽ സൈക്കോളജിയിലെല്ലാം ബിരുദാനന്തര ബിരുദമുണ്ട്, ശരിയല്ലേ? ഒപ്പം തന്നെ MBAയും ഉണ്ട്. ഇനി ഈ പഠിക്കാനുള്ള ആഗ്രഹം കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഈശ്വരഹിതം പോലെ ഇതൊക്കെ ഗുരുനാഥന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഈശ്വരൻ്റെയും ഒരു അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എത്ര ആയുസ്സുണ്ട്, ആരോഗ്യം ഉണ്ടാവുമോ എന്ന് അറിഞ്ഞുകൂടാ. അതിന് സാധിക്കുമെങ്കിൽ ഇനിയും പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. തൃശ്ശൂരിലെ കോടതിയിൽ അഡ്വക്കേറ്റ് ജോസ് മേച്ചേരിയുടെ കീഴിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഇനിയുള്ള ആഗ്രഹം. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള കോർട്ട് റോഡിലൂടെ കാൽനട യാത്ര ദുരിതമായി. പോലീസ് പിടികൂടിയ തൊണ്ടി മുതലായ വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നതിനാൽ നടപ്പാത ഇല്ലാത്തതുമൂലം കാൽനട യാത്രക്കാർ ദുരിതത്തിലായി. റോഡരികിലെ വാഹനങ്ങൾ മാറ്റി നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ഈ ആവശ്യമുന്നയിച്ച് പൊതുമരാമത്ത് മന്ത്രിക്ക് നിവേദനം നൽകാൻ മാസ് മെമ്മോറാണ്ടം തയ്യാറാക്കി. ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. അജി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ഷാജി അധ്യക്ഷത വഹിച്ചു. അഭിഭാഷകരായ ജോസ് മേച്ചേരി, VG സുഷി, AB അനീഷ്, രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ ക്ലാസ്സിലൂടെ ചിത്രകല അഭ്യസിച്ച 10 പെൺകുട്ടികളുടെ ചിത്രപ്രദർശനം കൗതുകമായി മാറുന്നു. 200ഓളം ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടന്ന പ്രദർശനത്തിൽ കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്നത്. പ്രകൃതിയും പച്ചയായ മനുഷ്യരും കാട്ടിലെയും നാട്ടിലെയും കാഴ്ചകൾ, ഗണപതിയും അമ്പലവും തൃശൂർ പൂരവും യേശുവും പള്ളിയും അടങ്ങുന്ന വിശ്വാസലോകം, ശ്രീബുദ്ധൻ തുടങ്ങി കുരുന്ന് പെൺപെരുമയുടെ വരയിൽ ഇതൾ വിരിഞ്ഞ നിറക്കൂട്ടുകളാണിവ. ചിത്രകാരി ശ്രീജ കളപ്പുരയ്ക്കൽ 2020 കൊറോണ കാലത്ത് ആരംഭിച്ച ഓൺലൈൻ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ച കേരളത്തിനകത്തും വിദേശത്തുമുള്ള 10 പെൺകുട്ടികളുടെ ചിത്രപ്രദർശനമാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചിട്ടുള്ളത്. അകലമരികെ എൻ്റെ 10 വിദ്യാർത്ഥിനികളുടെ ചിത്രപ്രദർശനം ഇന്ന് ആരംഭിച്ചു. ഏകദേശം 200ഓളം ചിത്രങ്ങളാണ് തൃശ്ശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും അക്രലിക്കിൽ വരച്ച ചിത്രങ്ങളാണ്. അതും മൊബൈൽ ഓൺലൈൻ മീഡിയയിലൂടെ മാത്രം പഠിപ്പിച്ച് അവർ അതിൽ എൻ്റെ ശിക്ഷണത്തിൽ വരച്ച ചിത്രങ്ങളാണെന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളൊരു പ്രത്യേകത. ഇത് വിൽപ്പനയും കൂടിയും ഉദ്ദേശിച്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഈ ചിത്രങ്ങൾ വിൽപ്പനയിൽ പോകുന്നതിൻ്റെ ഒരു ഭാഗം പാലിയേറ്റീവ് കെയർ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് കുട്ടികളുടെ തീരുമാനം. 7ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പെൺകുട്ടികളുടെ 200ഓളം ചിത്രങ്ങൾ വിസ്മയത്തിനൊപ്പം നിറക്കാഴ്ചയും ഒരുക്കുകയാണ്. ഞങ്ങൾ ഓൺലൈൻ മിസ്സിൻ്റെ അടുത്ത് പഠിക്കുന്ന 10 പേര് ഫസ്റ്റ് ബാച്ചായിട്ടാണ് എക്സിബിഷൻ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വേറെ വേറെ സ്ഥലത്തു നിന്നാണ്. 5 പേര് കേരള, 5 പേര് അബ്രോഡ്. ഹൈസ്കൂൾ ക്ലാസ്സുകൾ ഉണ്ട്, പിന്നെ ഒരു കുട്ടി 12th-ലാണ്. ലുമിനസ് 17 അകലമരികെ എന്ന പേരിൽ സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം ഓഗസ്റ്റ് 6-ന് സമാപിക്കും. TCV ന്യൂസ്, തൃശൂർ. കേരള സംസ്ഥാന ലോട്ടറിയുടെ 1ാം സമ്മാനം 1 കോടി രൂപ പാവറട്ടിയിൽ വിറ്റ ടിക്കറ്റിന്. വെള്ളിയാഴ്ച നറുക്കെടുത്ത സുവർണ്ണ കേരളം ലോട്ടറിയുടെ 1 കോടി രൂപയുടെ 1ാം സമ്മാനമാണ് പാവറട്ടിയിൽ വിറ്റ ടിക്കറ്റിന് ലഭിച്ചത്. പാവർട്ടി OK കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ലോട്ടറി ഏജൻസീസിൽ വിറ്റ RV 51 42 26 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് 1ാം സമ്മാനം ലഭിച്ചത്. പാവർട്ടിയിൽ സമ്മാനമെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് കടയുടമ പറഞ്ഞു. കുരിയച്ചിറയിൽ വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 40 ലിറ്റർ മദ്യം തൃശൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് കുരിയച്ചിറ സ്വദേശി നീലങ്കാവിൽ പിൻഡോ, സഹായി പെരിഞ്ചേരി വീട്ടിൽ കെവിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഓണവിപണി ലക്ഷ്യമിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന 100ഓളം കുപ്പി മദ്യമാണ് പിടിച്ചെടുത്തത്.
എക്സൈസ് ഇൻസ്പെക്ടർ സുധീറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉമ്മർ, TK രഞ്ജിത്ത്, NR രാജു, ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മരമുറി തൊഴിലാളി മരത്തിന് മുകളിൽ കുടുങ്ങി. കുമരനെല്ലൂർ ഷബീറിന്റെ വീട്ടിലാണ് സംഭവം. കുമരനെല്ലൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് 25 അടി ഉയരമുള്ള മരത്തിന് മുകളിൽ കുടുങ്ങിയത്. വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തി താഴെയിറക്കി. അഗ്നിശമന സേനാംഗങ്ങളായ A. ഗോപകുമാർ, V. വിജു എന്നിവർ മരത്തിന് മുകളിൽ കയറി വല ഉപയോഗിച്ച് ഇയാളെ താഴെയിറക്കുകയായിരുന്നു. ഇനി നോക്കാം വാണിജ്യം. കേരളത്തിലെ പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡായ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ ആനുവൽ ഡീലേഴ്സ് മീറ്റ് ബ്ലെൻഡ് ആൻഡ് ബോണ്ട് തൃശൂർ ഹോട്ടൽ ദാസ് കോണ്ടിനെന്റിൽ നടന്നു. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസിന്റെ 2025-26 വർഷത്തെ സീസണിലേക്കുള്ള കുനാഫ പിസ്താഷിയോ, സിട്രിസ് ക്യാൻഡി, എനർജി ബാർ, ബുള്ളി സ്റ്റിക്ക് തുടങ്ങിയ 6-ൽ പരം പുതിയ പ്രോഡക്റ്റുകൾ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് മാനേജിംഗ് പാർട്ണർ സജി ജോർജ്, ഡയറക്ടർമാരായ PA ജോൺസൺ, VA ജോളി എന്നിവർ ചേർന്ന് പുറത്തിറക്കി. കഴിഞ്ഞ സീസണിൽ ഫ്രഞ്ച് ഡയറി ഐസ്ക്രീം വിൽപ്പനയിൽ ടാർജറ്റ് നേട്ടം കൈവരിച്ച ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള സൗജന്യ വിദേശയാത്രാ ടിക്കറ്റുകളും കോംപ്ലിമെന്ററി ഗിഫ്റ്റുകളും ചടങ്ങിൽ സമ്മാനിച്ചു. ബ്ലെൻഡ് ആൻഡ് ബോണ്ടിന്റെ ഭാഗമായി മെന്റലിസ്റ്റ് അനന്തു അവതരിപ്പിച്ച മെന്റലിസം ഷോ പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവമായി. ഫ്രഞ്ച് ഡയറി ഐസ്ക്രീംസ് കമ്പനിയുടെ വളർച്ചയിൽ ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. ചലച്ചിത്ര സംവിധായകർ, അഭിനേതാക്കൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും സർപ്രൈസ് ഗിഫ്റ്റുകളും ബ്ലെൻഡ് ആൻഡ് ബോണ്ടിന് അവിസ്മരണീയത പകർന്നു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ NIA കോടതി ശനിയാഴ്ച വിധി പറയും. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അനുനയ നീക്കവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബിഷപ്പുമാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സഹനടിക്കുള്ള പുരസ്കാരത്തിന് ഉർവശിയും മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് വിജയരാഘവനും അർഹനായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായ സംഭവം. ഡോക്ടർ ഹാരിസിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യമേഖലയിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചുവെന്നും മന്ത്രി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കൂടുതൽ നിക്ഷേപകർ പണം പിൻവലിക്കാനെത്തി. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടില്ലെന്ന് ബാങ്ക് ചെയർമാൻ MP ജാക്സൺ. ഗുരുതരമായ കൃത്യവിലോപമെന്ന് മന്ത്രി R. ബിന്ദു. മലക്കപ്പാറ വീരാൻകുടി ആദിവാസി ഉന്നതിയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. പരിക്കേറ്റ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയതായി കളക്ടർ. ദേശീയപാത നിർമ്മാണം SN പുരത്ത് അടിപ്പാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. അനുബന്ധ നടപടിയെടുക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.